ദൈവദശകൻ TV ഇപ്പോൾ നിൽക്കുന്നത് ചേറായി എന്ന പറഞ്ഞ സ്ഥലത്താണ്. സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹത്തിൻ്റെ തൊട്ട് മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സെപ്റ്റംബർ 27 വൈക്കത്ത് നടത്തിയ ഒരു സമ്മേളനത്തിൻ്റെ തുളസിയായിട്ടാണ് എൻ്റെ തൊട്ട് ഒരു ചടങ്ങ് നടക്കുന്നത്. ആദ്യം 2023 സെപ്റ്റംബർ 27 ആദ്യത്തെ ചടങ്ങ് നടന്നത്. ആ ചടങ്ങ് നടന്നത് വൈക്കത്ത് വെച്ചായിരുന്നു. അതിനുശേഷമുള്ള രണ്ടാമത്തെ ചടങ്ങെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലുള്ള ചെറായി എന്ന് പറയുന്ന സ്ഥലത്ത് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മഗൃഹത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ കാണുന്ന ഒരു സ്റ്റേജിലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. ഈ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞാൽ വർണ്ണാശ്രമ അധർമ്മത്തിനെതിരെ ശ്രീനാരായണ മാനവധർമ്മം എന്നുള്ള വിഷയമാണ്. അതായത് വർണ്ണം, ജാതി, സമുദായം, ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ മുതിർന്ന ആൾക്കാർ വന്ന് രാവിലെ ഏകദേശം ഒരു 9 മണിയോടെ ചടങ്ങ് ആരംഭിച്ചു. ഏകദേശം 4 മണി വരെ നീണ്ടു നിൽക്കുമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ദൈവദശകൻ TVയുടെ പ്രേക്ഷകർക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഈ പിന്നിൽ കാണുന്ന കുളം, ഈ കുളം എന്ന് പറയുന്നത് നമ്മുടെ നാരായണ ഗുരുസ്വാമി കുളിച്ചിരുന്ന കുളമാണ്. അതിൻ്റെ ആ കുളത്തിൻ്റെ വശങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ ചെരുപ്പ് ഉപയോഗിച്ചോ അങ്ങനെ ഒരു അശുദ്ധമായ രീതിയിൽ അതിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അത് തീർത്തും ശ്രദ്ധിച്ച് ഇവിടുത്തെ വേണ്ടപ്പെട്ടവർ അതിനെ പരിചരിച്ചു വരുന്നു. അതുപോലെ തന്നെ എൻ്റെ തൊട്ട് പിന്നിൽ കാണുന്നതാണ് സഹോദരൻ അയ്യപ്പൻ്റെ സ്മാരക ലൈബ്രറി എന്നുള്ളത്. അതിൻ്റെ മുന്നിലായിട്ടാണ് ഈ പറഞ്ഞ കുളം, നാരായണ ഗുരുസ്വാമി കുളിച്ചുകൊണ്ടിരുന്ന കുളം എന്ന് പറയുന്നത്. മനസ്സിലാകുന്നില്ലല്ലോ എന്നാണ് ഗുരു പറയുന്നത്. അതാണ് ഞങ്ങളുടെ വ്യാഖ്യാനം. അതാണ് സത്യമായിട്ടുള്ള ശരിയായിട്ടുള്ള വ്യാഖ്യാനം. ഈ ലോകത്താർക്കും ഇത് അറിയില്ല എന്ന് ഗുരു പറയുമോ? ഈ മനുഷ്യനാം മനുഷ്യത്വം ജാതി ഒരു വർഗമേ ഉള്ളൂ, ബ്രാഹ്മണാദിഹി. അവർക്ക് മാത്രമേ ഇത് അറിയാതെ ഉള്ളൂ, ബാക്കി എല്ലാവർക്കും അറിയാം. ഗുരു പറയാണ്, ഈ ബ്രാഹ്മണരെ കുറിച്ചാണ് പറയുന്നത്. കഷ്ടം, ഇവർക്ക് ഇത്ര അറിയില്ല. നേരെ മറിച്ച് അത് അറിഞ്ഞൂടാത്തത് ബ്രാഹ്മണാദികൾക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാനൊരു ഉദാഹരണമായി പറയുന്നത്, ഈ ഗുരുവിന്റെ വാക്കുകൾ നമ്മൾ തന്നെ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പുതിയ രീതിയിൽ മനസ്സിലാക്കാൻ നോക്കും. ഈ ബ്രാഹ്മണിസത്തിന്റെ കണ്ണാടി ഊരി വെച്ച് നമ്മൾ വായിക്കുമ്പോൾ ഗുരുവിന്റെ ശുദ്ധമായിട്ടുള്ള വളരെ സ്പഷ്ടമായിട്ടുള്ള അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ നോക്കും എന്നുള്ളതാണ്. ഇത് ബ്രാഹ്മണിസം ചോദിക്കുന്നത്. നിന്റെ ജാതി എന്താണെന്ന് ചോദിക്കുമ്പോൾ നിന്റെ ജന്മരീതി എന്താണെന്നാണ് ചോദിക്കുന്നത്. അതിലൊരു അർത്ഥമില്ല. അത് ചോദിക്കുന്നത് ആരാണ്? ബ്രാഹ്മണാദിഹി ആണ്. വിരാട്ട പുരുഷൻ വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്ത ജന്മരീതികളിലൂടെയാണ് ബ്രാഹ്മണർ, ക്ഷത്രിയർ. ജന്മരീതിയുണ്ട്, ഒരു ജന്മരീതിയുള്ളൂ എല്ലാ മനുഷ്യർക്കും. അപ്പൊ ജാതി എന്ന് പറയുന്ന സ്പീഷീസ് അല്ല, ഗുരു പറയുന്നത് സ്പീഷീസ് ആണ്. വസ്തുക്കളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഗുരു പറയുന്നു, ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഗുരു പറയുന്നു, ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല. അത് ഗുരുവിന്റെ വാക്കുകളാണ്. ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല. അത് അത് ചെയ്യണം. അപ്പോൾ തൊഴിൽ നന്നാവാൻ ഒരു വഴിയുമില്ല. ഭക്തൻ മകൻ അച്ഛന്റെ തൊഴിലിൽ വലിയൊരു അതിൽ ആ ബേസിസിൽ ഇന്ത്യക്ക് ഒരു ജനാധിപത്യം ഉണ്ടാകും. ഇല്ലെങ്കിൽ എന്തുണ്ടാകും? ഈ ജാതി ആണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ ഈ
ഗുരു സംസ്കൃതത്തിൽ ജാതി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ജൻ പ്ലസ് തിൻ ആണ്. ജൻ വെച്ചാൽ ജന്മം, ഇതിൻ്റെ അർത്ഥം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് കൂടുതൽ പോകുന്നില്ല. ജാതിയുടെ അർത്ഥം ജന്മരീതി എന്നാണ്, ജന്മസമ്പ്രദായം എന്നാണ്. അപ്പം ഒരേ ജന്മ സമ്പ്രദായത്തിൽ കൂടി ജനിക്കുന്നവർ ഒരു ജാതിയാണ് ആ കൂട്ടം. ആ ക്രൈറ്റീരിയൻ മാത്രമേ ഉള്ളൂ. സഹോദരൻ എന്ന് വെച്ചാൽ സഹ ഉദരൻ, ഒരേ ഉദരത്തിൽ നിന്നും ജനിക്കുന്നവർ സഹോദരർ. അതുപോലെ ഒരേ ജന്മ രീതിയിൽ കൂടി ഉൽപ്പാദിക്കപ്പെടുന്നവർ ജാതി. ഒരു അമൽ സി രാജൻ പ്രഭാഷണം നടത്തി. അദ്ദേഹം പ്രഭാഷകനാണ്. അതുപോലെ കാലടി സംസ്കൃത സർവകലാശാലയിലെ അധ്യാപകൻ കൂടിയാണ് ഡോക്ടർ അമൽ എന്ന് പറഞ്ഞത്. ഇത് എൻ്റെ പിന്നിൽ കാണുന്നതാണ് സ്വാമി സഹോദരൻ അയ്യപ്പൻ താമസിച്ച ജന്മഗൃഹം എന്ന് പറയുന്ന ഈ സ്ഥലം. ഈ ഒരു സഹോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന അദ്ദേഹം ശ്രീനാരായണ ഗുരു സ്വാമിയുടെ ഏറ്റവും പ്രധാന ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു സഹോദരൻ അയ്യപ്പൻ. എൻ്റെ പേര് സുദേശ് രഘു. ശ്രീനാരായണ മാനവധർമ്മം കൂട്ടായ്മ എന്ന ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തകനാണ്. ഈ ഗ്രൂപ്പ് ഡോക്ടർ മോഹൻ ഗോപാലിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു ഗ്രൂപ്പാണ്. ആദ്യത്തെ സമ്മേളനം ഞങ്ങൾ നടത്തിയത് വൈക്കത്ത് വെച്ചാണ്. 2023 സെപ്റ്റംബർ 27 വൈക്കത്ത് വെച്ച്, ചരിത്രമുണങ്ങുന്ന വൈക്കത്ത് വെച്ച് ആദ്യത്തെ ഒരു കൺവെൻഷൻ നടത്തുകയുണ്ടായി. ഞങ്ങളൊരു പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് വർണ്ണാശ്രമ അധർമ്മത്തിനെതിരെ. ശ്രദ്ധിക്കണം, വർണ്ണാശ്രമ ധർമ്മം എന്നല്ല, വർണ്ണാശ്രമ അധർമ്മത്തിനെതിരെ. അങ്ങനെ ഒരു പ്രയോഗം ഞങ്ങൾ നടത്താനുള്ള കാരണം ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന കീഴാള ജനവിഭാഗങ്ങളെ കീഴാളർ എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവരെ അധമരായി ചിത്രീകരിക്കുന്ന ഒരു ധർമ്മത്തിനെ ഒരിക്കലും നമ്മൾക്ക് അധർമ്മം എന്നല്ലാതെ ധർമ്മം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ വർണ്ണാശ്രമ അധർമ്മം എന്ന് പറയുന്ന ജാതി വ്യവസ്ഥ എന്ന് പറയുന്ന സംഗതിക്കെതിരായി ശ്രീനാരായണ ഗുരു മുന്നോട്ട് വച്ചിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ദർശനം മുന്നോട്ട് വച്ചിട്ടുള്ള ധർമ്മം, അതിനെ ഞങ്ങൾ പ്രത്യേകം ഒരു പേരിട്ട് വിളിക്കുന്നത് മാനവധർമ്മം എന്നാണ്. ശ്രീനാരായണ മാനവധർമ്മം. അത് ഗുരുവിൻ്റെ തന്നെ വാക്കുകൾ ഉപയോഗിച്ചാണ്, അല്ലെങ്കിൽ ഞങ്ങൾ പ്രത്യേകം ഉണ്ടാക്കിയ വാക്കൊന്നുമില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ വാക്കുകൾ ഉപയോഗിച്ച് ശ്രീനാരായണ മാനവധർമ്മം വർണ്ണാശ്രമ അധർമ്മത്തിനെതിരെ നടത്തുന്ന ഒരു ക്യാമ്പയിൻ, ഒരു കൺവെൻഷൻ എന്ന രീതിയിലാണ് ഞങ്ങൾ ഒന്നാമത്തെ കൺവെൻഷൻ, ഇപ്പോൾ രണ്ടാമത്തെ കൺവെൻഷൻ നടന്നത്. രണ്ടാമത്തെ കൺവെൻഷനാണ് ഇപ്പോൾ ചെറായിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷനിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാന പോയിന്റ്, അല്ലെങ്കിൽ പ്രധാനമായ അജണ്ട എന്ന് പറയുന്നത് വർണ്ണം, ജാതി, സമുദായം. ഇതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം എന്തെന്നുള്ളതാണ്. പൊതുവിൽ വർണ്ണവും ജാതിയും വ്യത്യസ്തമായ സംഗതികളാണെന്നും വർണ്ണം അധപ്പതിച്ച് ജാതിയായി മാറിയതാണെന്നുമുള്ള ചില വീക്ഷണങ്ങളൊക്കെ ഉണ്ട്. ആ വീക്ഷണത്തേക്കെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് വർണ്ണവും ജാതിയും ഒന്നാണെന്നും ജാതി എന്ന് പറയുന്നത് അതിൻ്റെ സംസ്കൃത മൂലത്തിൽ നിന്നും മറ്റ് നിരവധി ശ്രീനാരായണ ഗുരുവിൻ്റെ തന്നെ ദർശനത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ജാതി എന്ന് പറയുന്നത് ജന്മരീതിയാണെന്ന്. മനുഷ്യരെല്ലാവരും ഒരു ജാതിയാണെന്ന് ശ്രീനാരായണ ഗുരു പറയുമ്പോൾ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെല്ലാവരും ഒരു ജന്മരീതിയിൽ ഉണർന്നത്, അവർ ജനിച്ച രീതി, അവരുടെ ജന്മരീതി ഒന്നാണെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും, ഒരു കറുത്തവനാവട്ടെ, വെളുത്തവനാവട്ടെ, ആഫ്രിക്കക്കാരനാവട്ടെ, ഏഷ്യക്കാരനാവട്ടെ, യൂറോപ്യനാകട്ടെ, വെള്ളക്കാരനാവട്ടെ, ഏത് മനുഷ്യനാണെങ്കിലും എല്ലാ മനുഷ്യരും ഒരു ജന്മരീതിയിൽ വരുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ജാതി എന്ന് ഗുരു പറയുന്നത്. പക്ഷേ അപ്പോഴും ഗുരു സമുദായം എന്ന ഒരു കോൺസെപ്റ്റിനെ തള്ളിക്കളയുന്നില്ല. അതുകൊണ്ടാണ് SNDP യോഗം ഉൾപ്പെടെയുള്ള സംഗതികളെ അദ്ദേഹം പിന്തുണക്കുന്നത്. അപ്പോൾ സമുദായം എന്ന് പറയുന്നത് ജാതിയിൽ നിന്ന് വ്യത്യസ്തമായ, അതുകൊണ്ടാണ് നമ്മൾ ഔട്ട്കാസ്റ്റ് എന്ന് പറയുന്നത്. കാസ്റ്റ് സിസ്റ്റത്തിന് പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ് സമുദായം. ഈ സമുദായങ്ങൾ ഇവിടെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന വ്യത്യാസങ്ങളുണ്ട്, വ്യത്യസ്ത ഗ്രൂപ്പുകളാണ്. അതായത് ഈഴവർ ഒരു സമുദായമാണ്, അതുപോലെ തന്നെ ഈഴവ സമുദായം, പൂലയരി, ധീവരര്, വിശ്വകർമ്മര് തുടങ്ങിയ നിരവധി സമുദായങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ ഈ വ്യത്യസ്ത സമുദായങ്ങളുടെ അസ്തിത്വത്തിനെ ഒരിക്കലും തള്ളിക്കളയുന്നൊരു സമീപനം ശ്രീനാരായണ ഗുരുവോ കീഴാള പ്രസ്ഥാനങ്ങളോ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സമുദായവും ജാതിയും എന്നത് വ്യത്യസ്തമാണ് എന്ന് കൃത്യമായി അവതരിപ്പിക്കുന്ന ഒരു സമ്മേളനമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ജാതി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജന്മരീതിയാണെന്നും ഒരൊറ്റ ജാതി മാത്രമാണെന്നും, മറിച്ച് വ്യത്യസ്ത സമുദായങ്ങൾ എന്നത് യാഥാർത്ഥ്യമാണെന്നും, ഈ വ്യത്യസ്ത സമുദായങ്ങൾ ഓരോന്നും ശക്തി പ്രാപിക്കേണ്ടത് വളരെ ആവശ്യമാണെന്നും. എന്തുകൊണ്ട് ശക്തി പ്രാപിക്കണം? സമുദായങ്ങൾ ശക്തി പ്രാപിക്കുന്നതിലൂടെ ഇതര സമുദായങ്ങളെ ശത്രുക്കളാക്കുകയോ അല്ലെങ്കിൽ ആ സമുദായങ്ങൾക്കെതിരായി പ്രവർത്തിക്കുകയല്ല ലക്ഷ്യം. ഓരോ സമുദായവും ശക്തി പ്രാപിച്ചുകൊണ്ട് അവർക്ക് ഈ സമൂഹത്തിൽ ലഭിക്കേണ്ട അല്ലെങ്കിൽ അർഹമായിട്ടുള്ള അധികാര
അധികാരത്തിലേക്കുള്ള പ്രവേശനത്തിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ സമുദായങ്ങളുടെ ശക്തി ഉണ്ടാകണം. കാരണം ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 4 ഒലിഗാർക്കി സമുദായങ്ങളാണ്. കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് 2 ഒലിഗാർക്കി സമുദായങ്ങളാണ്. ഈ ഒലിഗാർക്കി സമുദായങ്ങൾ ഭരണകൂടത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ ഈ വ്യത്യസ്ത മേഖലകളിൽ ഈ സമുദായങ്ങളുടെ ആധിപത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് കീഴാളർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യത്യസ്ത സമുദായങ്ങൾ, പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെടുന്ന, ദളിത് വിഭാഗങ്ങളിൽപ്പെടുന്ന വ്യത്യസ്ത സമുദായങ്ങൾക്ക് അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ ലഭിക്കാതെ പോകുന്നു. അപ്പോൾ അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ ലഭിക്കണമെങ്കിൽ ഈ സമുദായങ്ങൾ ശക്തി പ്രാപിക്കുകയും അവർക്ക് അർഹമായ പ്രാതിനിധ്യം, റെപ്രസെൻറ്റേഷൻ ഈ പറഞ്ഞ എല്ലാ മേഖലകളിൽ ലഭിക്കണം എന്നുള്ളൊരു ഡിമാൻഡ് ഞങ്ങൾ വളരെ ശക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ വ്യത്യസ്ത സമുദായങ്ങളെ ശക്തീകരിച്ചുകൊണ്ട് ഈ വ്യത്യസ്ത സമുദായങ്ങളുടെ പ്രാതിനിധ്യം എല്ലാ മേഖലകളിലും എല്ലാ രംഗങ്ങളിലും ഉണ്ടാകുകയും ജനാധിപത്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ജനാധിപത്യം എന്ന് പറയുന്നത് റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. ഡോക്ടർ അംബേദ്കർക്ക് അത് വിശദീകരിച്ചിട്ടുണ്ട്. റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസി ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം അർത്ഥപൂർണ്ണമാകുകയുള്ളൂ. ജനാധിപത്യം അർത്ഥപൂർണ്ണമാകണമെങ്കിൽ വ്യത്യസ്ത സമുദായങ്ങൾ അവരുടെ അസ്തിത്വം മനസ്സിലാക്കിക്കൊണ്ട് ശക്തമാക്കിക്കൊണ്ട് അവരുടെ പ്രാതിനിധ്യം ഈ ഭരണാധികാരത്തിൽ ചോദിച്ചു വാങ്ങിക്കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ ശ്രീനാരായണ മാനവധർമ്മ കൂട്ടായ്മ ഇത്തരത്തിലൊരു കൺവെൻഷനുമായി ഇത്തരത്തിലുള്ള ആശയവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പ്രൊഫസർ നാഷണൽ ജുഡീഷ്യൽ അക്കാഡമിയുടെ മുൻ ഡയറക്ടറായിരുന്ന, നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറായിരുന്ന പ്രൊഫസർ ഡോക്ടർ ജി മോഹൻ ഗോപാലിൻ്റെ നേതൃത്വത്തിലാണ് ഈ കൂട്ടായ്മ ഇപ്പോൾ ഒരു ട്രസ്റ്റിൻ്റെ രൂപത്തിലേക്ക് രൂപം പ്രാപിച്ചിട്ടുള്ളത്. ഒരു ചെറിയ സിനിമ അടുത്ത് തന്നെ പുറത്തിറങ്ങും. ഈ മാസം അവസാനത്തോടു കൂടി അതിൻ്റെ ഒരു പ്രിവ്യൂ വയ്ക്കാവുന്ന ഒരു സാധ്യതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാനം ജുമാ മസ്ജിദിൽ നിന്നും പ്രഥമ ഫണ്ട് സ്വീകരിച്ച് രാജ്യത്തിൻ്റെ മതേതരത്വത്തിന് അല്ലെങ്കിൽ മതത്തിനേക്കാളൊക്കെ ഉപരിയായി ശ്രീനാരായണ ഗുരുദേവൻ പടുത്തുയർത്തിയ ശിവഗിരിയിലാണ് ആ സിനിമയുടെ ആദ്യ ഷോട്ട് എടുത്തത്. അങ്ങനെ സവർണ സംവരണത്തിനെതിരെ 3-4 കുട്ടികളുടെ 10ാം ക്ലാസ് പാസ്സായിരിക്കുന്ന 4 കുട്ടികളുടെ ബാക്ക്ഗ്രൗണ്ടിലൂടെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെയാണ് സിനിമ പോകുന്നത്. സിനിമയുടെ പേര് മറ്റൊന്നുമല്ല, ജാതിയില്ല എന്ന് അഭിമാനിക്കുന്ന ഈ കേരളീയ കാപട്യ സമൂഹത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് സവർണ ഹൈന്ദവരുടെ ഭാഗമായി വന്ന 3 പേരുകളാണ്. സിനിമയുടെ പേര് മറ്റൊന്നുമല്ല, ചോക്കൂത്തിമോനും പന്നപ്പലയനും ഒരു തീവ്രവാദി കാക്കയും എന്നാണ് ഞങ്ങളുടെ സിനിമയുടെ പേര്. ആ സിനിമയ്ക്ക് എല്ലാവിധ സപ്പോർട്ടുകളും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം. അടുത്ത മാസം ഒരു ട്രെയിലറൊക്കെ പുറത്തിറങ്ങുന്നതാണ് വിചാരിക്കുന്നത്. നമ്മളോട് ബന്ധപ്പെട്ട ആളുകൾ ഈ ട്രെയിലറും സിനിമയോടൊപ്പം നിൽക്കണമെന്നല്ല, മറിച്ച് നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ ബന്ധുക്കളെ, മറ്റുള്ളവരെ കൊണ്ട് ഈ സിനിമ എത്തിക്കുന്ന രീതിയിൽ ഷെയർ ചെയ്യിപ്പിച്ച് മുന്നോട്ട് പോകണം. ഇതൊരു കേവലം കഴിഞ്ഞ 10 വർഷമായി സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് സ്വപ്നങ്ങൾക്ക് മാത്രമല്ല ചിറക് വിരിക്കുന്നത്, നമ്മളുടെ പിന്നോക്ക ദളിത് മുസ്ലിം സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് കൂടിയാണ് ചിറക് വിരിക്കുന്നതെന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ മാനവധർമ്മ കൂട്ടായ്മയോട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ത്യാഗഗ്രാഹ്യ വിവേചനത്തോടുകൂടി എല്ലാ മതഗ്രന്ഥങ്ങളെയും പഠിക്കുന്ന, എല്ലാ മതങ്ങളുടെയും സാരം ചേർക്കുന്ന കരുണ, അനുകമ്പ, അഹിംസ, സത്യം, സമത്വം, സ്നേഹം, സ്വാഭിമാനം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നീ സദാചാര്യ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ വർണ്ണാശ്രമധർമ്മമില്ലാത്ത, ജാതി മതലിംഗഭേദമില്ലാത്ത, മനുഷ്യരെ എല്ലാവരെയും ഒരുപോലെ കാണുന്ന, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരനും സുഖത്തിനായി വരയണം എന്ന് വിശ്വസിക്കുന്ന, അന്ധവിശ്വാസത്തിൽ നിന്നും പൗരോഹിത്യ മേധാവിത്വത്തിൽ നിന്നും വിമുക്തമായ, മേൽക്കീഴ് നിലയില്ലാത്ത, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ, സ്വതന്ത്രമായി ഓരോ വ്യക്തിയുടെ അറിവിലും യുക്തിയിലും ബുദ്ധിയിലും മനസാക്ഷിയിലും മാത്രം
നിലകൊള്ളുന്ന എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന മതമാണ് ശ്രീനാരായണ മാനവധർമ്മം. ശ്രീനാരായണ മാനവധർമ്മം വിജയിക്കട്ടെ. ഇന്ന് ഈ പുണ്യസ്ഥലത്ത് സഹോദരൻ അയ്യപ്പൻ ജനിച്ച വീട്ടിന് മുമ്പിൽ ഞങ്ങളിവിടെ കൂടിയത് മാനവധർമ്മം എന്ന ശ്രീനാരായണ ഗുരു ഉപദേശിച്ച എല്ലാ മനുഷ്യർ തമ്മിൽ സൗഹാർദ്ദത്തോടുകൂടിയും അപരത്വമില്ലാതെയും ഒരുമിപ്പോടുകൂടിയും പരസ്പര സ്നേഹത്തോടുകൂടിയും ശത്രുതയില്ലാതെയും മതഭേദവും ജാതി ദ്വേഷവും ഇല്ലാതെ ജീവിക്കണം എന്നുള്ള നാരായണ ഗുരുവിൻ്റെ സന്ദേശം ചർച്ച ചെയ്യാനാണ്, അതിനെ ശക്തിപ്പെടുത്താനാണ്. അത് സഹോദരൻ അയ്യപ്പൻ്റെ ജന്മസ്ഥലത്ത് തന്നെ ചെയ്യാൻ ഒത്തത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. വളരെ നല്ല ഓഡിയൻസ് ആയിരുന്നു, വളരെ നല്ല ചർച്ചയായിരുന്നു. ഞങ്ങൾ ചർച്ച ചെയ്തത് ജാതി, വർണ്ണം, സമുദായം എന്നുള്ള വിഷയമാണ്. അതിൻ്റെ ആ ചർച്ചയുടെ അവസാനം നമുക്ക് ജാതി, ഗുരുദേവൻ പറഞ്ഞതുപോലെ എല്ലാ മനുഷ്യരും ഒരു ജാതിയാണ്, ഒരു ജാതി മനുഷ്യന്. അപ്പോൾ ജാതി ഭേദം ഇല്ല. അതുകൊണ്ട് ജാതി ഉള്ള നമ്മളുടെ വ്യത്യസ്ത സമുദായങ്ങൾ ജാതികളാണ് എന്ന് പറയാൻ പാടില്ല. നമുക്ക് ജാതി എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. സമുദായങ്ങൾ എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം, പക്ഷേ ജാതി മനുഷ്യനാണെന്ന് നമ്മൾ പറയാൻ പാടുള്ളൂ എന്നുള്ളൊരു പ്രമേയവും പാസ്സാക്കി. ഇനി മേലാൽ ഞങ്ങൾ കഴിയുന്നതും ജാതി ഭേദങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല. ഞങ്ങൾക്ക് ജാതി മനുഷ്യൻ എന്നല്ലാതെ മറ്റൊരു ജാതിയുമില്ല എന്ന് ഞങ്ങൾ പറയുള്ളൂ. ബാക്കി ഇനി സമുദായങ്ങളെ ശക്തിപ്പെടുത്തണം. സമത്വവും സാഹോദര്യത്തിൻ്റെ ബേസിസിൽ എല്ലാ സമുദായങ്ങളെയും ശക്തിപ്പെടുത്തി ഒരു സൗഹാർദ്ദം ഉണ്ടാക്കണം എന്നും തീരുമാനിച്ചു. വർണ്ണാശ്രമ അധർമ്മത്തിനെതിരെയുള്ള കൺവെൻഷൻ്റെ 2ാം ഭാഗമാണ് വൈപ്പിലുള്ള സഹോദരൻ അയ്യപ്പൻ്റെ വസതിയുടെ ജന്മഗൃഹമായ വസതിയുടെ തൊട്ട് പിന്നിൽ ഇപ്പോൾ നടന്നു കഴിഞ്ഞത്. ദൈവദശകം ടിവിക്ക് വേണ്ടി ഷിജു റിപ്പോർട്ട് ചെയ്യുന്നു.